പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ദുപ്പ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇന്ദുപ്പ് എന്ന് പറയും. കഴിക്കാൻ പോകാം കേട്ടോ. നമ്മളിങ്ങനെ കപ്പയങ്ങ് പൊളിച്ചെടുക്കുക. ശേഷം ഇങ്ങനെ കപ്പയുടെ നാരിനെ ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഇതിങ്ങനെ ഒരു മാല പോലെ ഇരിക്കും. അതിനെ അങ്ങോട്ട് ദൂരെ കളയുക. രക്ഷയില്ലാത്ത സാധനമാണ്, തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക കൂട്ടുകാരെ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി നാടൻ കുക്കിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയാണ്. ആ കപ്പ കൂടാണ്ട് തന്നെ നമ്മൾ നല്ല സൂപ്പർ മാങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സെറ്റ്. അപ്പോൾ ഹലോ, നല്ല സെറ്റായിട്ടിരിക്കണം. ആർക്കും വരില്ല, ഞാൻ തിന്നോളൂ. ഇപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. പഴമക്കാരൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 90s കിഡ്സിൻ്റെയൊക്കെ ഇഷ്ടവിഭവമായിട്ടുള്ള വൈകുന്നേരത്തെ ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അടിപൊളി സാധനം. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കിയാണ് ജസ്റ്റ് കപ്പ ചുട്ടത് എന്ന് കരുതണ്ട. അപ്പോൾ ചുടണ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. സംഭവം പക്ക വെറൈറ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ചിരട്ടയും ചാർക്കോളും എല്ലാം ഇട്ടിട്ട് എല്ലാം തീ കത്തിച്ച് കനലാക്കി എടുക്കുക. ശേഷം നമ്മുടെ കപ്പ അതിൻ്റെ പുറത്തെ തൊലിയൊന്ന് കളഞ്ഞിങ്ങോട്ട് ചിരണ്ടി നല്ല ക്ലീനാക്കി എടുക്കുക. അതിന് ശേഷം നേരെ ക്ലീനാക്കിയ ശേഷം നമ്മുടെ കനൽ വന്ന് ഇപ്പോൾ കനൽ ശരിക്കും കത്തിക്കൊണ്ടിരിപ്പുണ്ട്. കത്തൊന്ന് മാറിയിട്ടായിക്കോട്ടെ നടത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നു. അതിനത് പയ്യെ വെന്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പയ്യെ വേവലുണ്ടാവുമെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമ്മളതിനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഒന്ന് ശരിക്കും വേവിച്ചിങ്ങെടുക്കുക. 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കപ്പ മുഴുവത്തോടെ ഇട്ടേക്കണോണ്ട് കപ്പയുടെ ഓരോ സൈഡിനും ഓരോ വണ്ണമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് താഴെയുള്ള വേവും മുകളിലുള്ള വേവും തമ്മിൽ വ്യത്യാസം വരും. അപ്പം തടി കൂടിയ ഭാഗം അത് ശരിക്കും വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവിടെ തന്നെ കൂടുതലായിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുകൊണ്ടേയിരിക്കണം. കണ്ടോ, നല്ല കപ്പ നല്ല സെറ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ചൂടുണ്ട്, നല്ല അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ കപ്പ ശരിയായില്ലേ, കപ്പയുടെ കൂടെ നമുക്ക് സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചമ്മന്തിയോ അങ്ങനെയൊക്കെ കഴിക്കില്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഓർത്താൽ. അപ്പോൾ അതേ നമ്മൾ 2-3 ചെറിയ ഉള്ളി, 2-3 പച്ചമുളക് ഇതെല്ലാം നമ്മൾ ആ കനലിൽ തന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിങ്ങെടുക്കുക. കണ്ടോ, നമ്മൾ അതായത് വെന്ത് കരിഞ്ഞ് പോകാൻ പാടില്ല, നോക്കിക്കോണം. അതിനെ ഇങ്ങനെ വേവിച്ച് വേണമെങ്കിൽ നമുക്ക് 2 വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ചേർക്കാം. ഇഞ്ചി താല്പര്യമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം. അങ്ങനെയെല്ലാം നമ്മൾ അതിനിങ്ങനെ പയ്യെ വേവിച്ച് ഇങ്ങോട്ട് എടുക്കുക. അതിന് ശേഷം എന്തെയ്യണ്ടോ, ഇപ്പം മാറ്റി വെച്ചാലുണ്ടോ, ഇപ്പോൾ ചിലർ പറയും അയ്യോ കരിയാണല്ലോ എന്ന് പറയുന്നത്. ആ കരിയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അതെ, അതിൻ്റെ തൊപ്പിയെല്ലാം നമ്മൾ മാറ്റുന്ന മുളകിൻ്റെ അതിനെ എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ടങ്ങ് ഞെരടുക. ശരിക്കും ഞെരടി കഴിയുമ്പോഴത്തേക്ക് ഒരു ചമ്മന്തി പരുവായി കിട്ടും. ആ ചമ്മന്തി പരുവായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കപ്പ എടുത്തു. ഈ കപ്പ വേണം നമുക്കിങ്ങനെ തൊലി പൊളിച്ചിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. അതിനിപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ എന്ന് വെച്ചാൽ വലിയ സൊസൈറ്റി ആക്കാറുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അവർക്ക് വേണം നമുക്കിങ്ങനെ തൊലി പൊളിച്ചിട്ട് ഉപയോഗിക്കാം. നാട്ടിൻപുറത്തുകാരാകുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. അങ്ങനെ സൊസൈറ്റി ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് ഇങ്ങനെ കണ്ടിച്ച് പീസായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ചമ്മന്തി റെഡിയായി കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ ചമ്മന്തിയും കൂട്ടി ഇതിൻ്റെ അകത്ത് നമുക്ക് കപ്പ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ ഇനി കപ്പയ്ക്ക് അകത്ത് വെച്ച് കഴിക്കാം. എങ്ങനെയാണോ ഓരോരുത്തർക്ക് താല്പര്യം ആ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതേ കപ്പ ശരിക്കും വെന്തോന്ന് അറിയാൻ വേണ്ടത് ഇങ്ങനെ ഇടത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കാം. നമ്മളിങ്ങനെ കപ്പയങ്ങ് പൊളിച്ചെടുക്കുക. ശേഷം ഇങ്ങനെ കപ്പയുടെ നാരിനെ ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഇതിങ്ങനെ ഒരു മാല പോലെ ഇരിക്കും. അതിനെ അങ്ങോട്ട് ദൂരെ കളയുക.
ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണം നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ. ഇതിനെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ എടുക്കുക. എന്നിട്ട് ശകലം കാന്താരിയൊക്കെ കൂടെ കൂട്ടി ഒന്നുകൂടെ തിരുമുക. ഇത് മേളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കാന്താരി, ചുവന്നുമുളകും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി വെച്ചേക്കണത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് വെച്ച് കൊടുക്കുക. തൊലി പൊളിച്ച് തിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാം, ബർഗർ പോലെ കഴിക്കാം. ഇതിങ്ങനെ പയ്യെ അങ്ങോട്ട് അടർത്തുക, പൊളിച്ചങ്ങ് വെച്ചാൽ മതി. പക്ഷേ ഇത് പൊളിച്ചില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, പക്ക ടേസ്റ്റാണ്. ഇതിനത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് രക്ഷയില്ലാത്ത സാധനമാണ്.